ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും അതേ കപ്പിൽ തന്നെ വറുത്ത അരിപ്പൊടിയും ഇതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് കലക്കി യോജിപ്പിച്ചെടുക്കാം. ഇവിടെ ആദ്യം ഒരു 300 ml അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചായി ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കട്ടകളൊന്നുമില്ലാതെ മാവ് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഒരു 300 ml അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയെ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതൊന്ന് കലക്കി ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കനം കുറച്ചരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തതും 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ കലക്കിയെടുക്കാം. ഒരു കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കലക്കാൻ ഉപയോഗിക്കുന്ന പാത്രം കുറച്ച് വലുതായിരിക്കണം. കാര്യം ഇതിലേക്ക് നമ്മൾ ഇനിയും വെള്ളം ചേർത്ത് കൊടുക്കും. അതുകൊണ്ട് കുറച്ച് വലിയ പാത്രത്തിൽ കലക്കാനൊന്ന് ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കലക്കിയെടുക്കാം. ഇവിടെ ഞാനെടുത്ത പാത്രത്തിൻ്റെ കറക്റ്റ് അറ്റം വരെ വന്ന് നിൽക്കുവാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു വലിയ പാത്രം എടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് ഈ ബാറ്ററിൻ്റെ കറക്റ്റ് പരുവം. ഇതുപോലെ നല്ല ലൂസായിരിക്കണം. പച്ചമോരൊക്കെ കലക്കിയെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അതുപോലെ ഇരിക്കണം. അപ്പോൾ ഇനി ഒരു പാൻ നല്ലതുപോലെ ചൂടാവാൻ വെച്ചിട്ട് അതിൻ്റെ ഫ്ലെയിം ലോയിലിട്ടിട്ട് ഒരു തവി മാവ് അതിലേക്ക് കോരി ഒഴിക്കാം. ഇത് കോരി ഒഴിച്ചാൽ മാത്രം മതി, പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. മാവ് എത്താത്ത ഭാഗങ്ങളിലേക്ക് ആ പാൻ കൊണ്ട് തന്നെ ഒന്ന് തിരിച്ച് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ വശത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ എണ്ണ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നല്ലതുപോലെ മൊരിഞ്ഞു വരും. ഇവിടെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിടാം. ഈ ദോശ മൊരിയുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയം ടു ഹൈ ആക്കാവുന്നതാണ്. എങ്കിലേ ദോശ നന്നായി മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ 2 സൈഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കോരിയെടുത്ത് ഇനി അടുത്തത് കൂടി ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒരു തവി മാവ് കോരി ഒഴിച്ച് ഇതുപോലെ തന്നെ ദോശ ചുട്ടെടുക്കാം. വളരെ പെട്ടെന്ന് മിനിറ്റുകൾ കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ രണ്ടാമത്തെ ദോശയും എണ്ണയൊക്കെ തടവി മൊരിയിച്ചെടുക്കുന്നുണ്ട്. ഒരു സൈഡ് റെഡി ആയപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ദോശ റെസിപ്പിയാണ്. അപ്പോൾ തലേ ദിവസമൊക്കെ മാവ് അരച്ച് വയ്ക്കാൻ പറ്റാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണിത്. സ്ഥിരം ഒരേ രീതിയിൽ ദോശ കഴിച്ച് മടുത്തവർക്കും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.